അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം തൊട്ടാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. മാച്ച് ലിസ്റ്റ് 1 ആൻഡ് വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ കോഴ്സ് ഗിവൺ ബിലോ. ലിസ്റ്റ് 1 കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, മൾട്ടി പാർട്ടി സിസ്റ്റം, റഫറൻഡം ആൻഡ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം, സ്വിറ്റ്സർലാൻഡ്. ഇതിനകത്ത് നമുക്ക് റഫറൻഡം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു സംവിധാനമാണെന്നറിയാം. സ്വിറ്റ്സർലാൻഡിലാണ് ആ സംവിധാനം ഉള്ളത്, അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നീടുള്ളത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. അത് പിന്നെ മൾട്ടി പാർട്ടി സിസ്റ്റം. ഇത് രണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മൾട്ടി പാർട്ടി സിസ്റ്റം ഇന്ത്യയുടെ ഒരു ഫീച്ചറാണെന്നറിയാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനുശേഷം ഈ കോഡ്സിലേക്ക് നോക്കുക. നമുക്ക് സ്വിറ്റ്സർലാൻഡ് വരുന്നത്, അതായത് സ്വിറ്റ്സർലാൻഡ് റഫറൻഡം C4 വരുന്ന ഏതാണെന്ന് നോക്കുക. C4 ഒന്നിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കുക. ഒരു ഉത്തരം അറിയാമെങ്കിൽ വേറെ ഓപ്ഷനൊന്നും അത് വരാത്തതുകൊണ്ട് ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരം വരുന്നത്. അതായത് സി റഫറൻഡം വരുന്ന സ്വിറ്റ്സർലാൻഡ്, അതുപോലെ തന്നെ A3 ആണ് വരുന്നത്. A3 എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് കിങ്ഡം, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി യുണൈറ്റഡ് കിങ്ഡം. മൾട്ടിപാർട്ടി സിസ്റ്റം ബി ഇന്ത്യയാണ് കേട്ടോ വരേണ്ടത്, ഇന്ത്യയാണ് വരേണ്ടത്. അത് രണ്ടെണ്ണം ആവർത്തി തെറ്റാണത്. സിയിലെ ഒന്നാമത്തേതാണ് വരേണ്ടത്. അത് പിന്നെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് തെറ്റാണ്. പിന്നെ മൾട്ടിപാർട്ടി സിസ്റ്റം വരേണ്ടത് ഇന്ത്യയാണ്, ഓപ്ഷൻ 1 വേണ്ടത്. ബാക്കി അതാണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യം മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആൻസർ. അതും സെയിം തന്നെയാണ്. റോബർട്ട് എ ഡബൽ, പട്നം, ഫ്രാൻസിസ് ഫുക്യാമ, അതുപോലെ തന്നെ 4ാമത്തെ ആൾ ആൽമോണ്ട് ആൻഡ് പവൽ. ഇതിനകത്ത് ഒന്നിൻ്റെ ഉത്തരം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ഉത്തരം ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരം വരുന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് അറിയുന്നവർക്ക് ഓക്കെ, ഏതെങ്കിലും ഒന്നറിയാമെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. എനിക്കിതിനകത്ത് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഉത്തരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ബി ആണ് ഉത്തരം. ബി കോഡ് നോക്കുക. ബി ഏതാ വരുന്നത്? B4 ആണ് കേട്ടോ വരുന്നത്. A4 B3 വരുന്നത്. A4 എന്ന് പറയുമ്പോൾ റോബർട്ട് ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത്, അദ്ദേഹത്തെ എഴുതിയ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെമോക്രസി ആൻഡ് ദ ക്രിട്ടിക്സ്, ക്രിട്ടിക്സ്. പിന്നെ B3 ആണ് വരുന്നത്. B3 എന്ന് പറയുമ്പോൾ പുട്നത്തിന് ഉത്തരം അദ്ദേഹം എഴുതിയ ടെക്സ്റ്റ് സിവിക് ട്രഡീഷൻസ് ഇൻ മോഡേൺ ഇറ്റലി. ഫ്രാൻസിസ് ഫുക്യാമൻ്റെ ഇത് വരുന്നത് ഏതാണെന്ന് നോക്കിയാൽ ഒന്നാമത്തേതാണ് വരുന്നത്. അദ്ദേഹം എഴുതിയത് എൻഡ് ഹിസ്റ്ററി ആൻഡ് ദി ലാസ്റ്റ് മാൻ. 4ാമത്തെ ആൽമണ്ട് ആൻഡ് പവൽ, അദ്ദേഹം എഴുതിയ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. സെക്കൻഡ് സിവിക് കൾച്ചർ. അപ്പോൾ ഇത് കുറച്ച് ടഫായിരുന്നു, എന്നാലും നമുക്കത് ചോദ്യം കുറച്ച് ടഫായിരുന്നു എന്ന് തോന്നുന്നു. അടുത്ത 17ാമത്തേത് 18ൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ അസേഷൻ ആൻഡ് റീസണാണ്. അസേഷനും റീസണും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, അതിൻ്റെ റീസണ് ആണ് അതിനകത്ത് ഉത്തരം വരാൻ സാധ്യതയുള്ളത്. ഇതാണ്. സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും പരിശോധിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും പരിശോധിച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് പിന്നെ ഏതിലാണ് അസേഷൻ, അതിൻ്റെ റീസൺ എന്നുള്ളത് കണ്ടെത്തണം. അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ട്രൂ, ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ള ഉത്തരവാവാം. അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ, ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആൻഡ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്, എ ഈസ് ഫാൾസ് ആൻഡ് ബോത്ത് ബട്ട് ആർ ഈസ് ട്രൂ എന്ന് പറയുന്ന ഉത്തരവാവാം. അപ്പോൾ 17ാമത്തെ അസേഷൻ ഇതാണ്. ദ സെനറ്റ് ഓഫ് USA is the most powerful second chamber
സെക്കൻഡ് ചെയ്യാൻ പറയുന്നത് വേൾഡ്. US നമുക്കറിയാം കോൺഗ്രസ്സും ഉണ്ട് സെനറ്റും ഉണ്ട്. അപ്പോൾ അതിനകത്ത് സെനറ്റാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്, അസേർഷൻ. അതിൻ്റെ റീസൺ, അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഓൾ സ്റ്റേറ്റ് ഇൻ USA എൻജോയ് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഇൻ ദ സെനറ്റ്. ഇതാണോ ഈ അസേർഷൻ്റെ റീസൺ, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡ് ആക്കുന്ന കാര്യം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഉത്തരം ഏതാ വരിക? 17ാമത്തേതാണ്. 17ാമത്തിന് ഉത്തരം വരുന്നത് ബോത്ത് എ, ബി ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, രണ്ടും ശരിയാണ്. പക്ഷേ ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല, പക്ഷേ രണ്ടും ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. 18ാമത്തെ അസേർഷൻ എ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് കംപ്ലീറ്റ്സ് ഫോർ മേക്കിംഗ് ദെയർ വോയിസ് ഹിയർഡ് ആൻഡ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റഡ് ബൈ ദ ഡിസിഷൻ മേക്കേഴ്സ് ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, സമ്മർദ്ദ ശക്തികൾ അല്ലെങ്കിൽ തൽപര കക്ഷികൾ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മേക്കേഴ്സിനെ, ഡിസിഷൻ മേക്കേഴ്സിനെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എന്താ പറയുന്നത്, കേൾക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എക്സ്റ്റെൻഡ് സപ്പോർട്ട് ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ എ കൺസിസ്റ്റൻറ്റ് മാനർ. അതായത് എന്തെങ്കിലും അവർക്ക് താല്പര്യ കക്ഷികൾ അവരുടെ സഹായം പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കൊടുക്കുന്നുള്ളതും സത്യമുണ്ട്. അത് രണ്ടും സത്യമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ബി, both A and R are true but R is not the correct explanation of A. രണ്ടും ട്രൂ ആണ്. ഓക്കെ.